ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്ത് ഇങ്ങനെ സംഭവം. അപ്പോൾ അവർ കോൾ വിളിക്കാൻ പറഞ്ഞ് അവർ അവിടുന്ന് കോൾ വിളിക്കുക, ജസ്റ്റ് ഹോൾഡ് ചെയ്യുന്നു പറഞ്ഞു. ഇത്ര ഒരു 10-15 മിനിറ്റായി വെയിറ്റ് ചെയ്യിപ്പിക്കുന്നവർ. ഇതുവരെ ആളില്ല, അങ്ങനെയില്ല ഇങ്ങനെയുള്ള പറയുന്നുണ്ട്. ഈ ട്രിപ്പിൽ ഇഷ്യൂ കാരണം അവരെനിക്ക് തന്നിരിക്കുന്നത് 3500 രൂപേൻ്റെ റൂം. എന്തോ ഒരു ലക്ക്. ആന്ധ്രാപ്രദേശ് വന്ന ടൈമിന് തന്നെ ഒരു ലോട്ടറി അടിച്ച്. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ഡേ 2 ഓഫ് K2B കേരള ടു ഭൂട്ടാൻ ട്രിപ്പ്. അപ്പോൾ ഇന്ന് ഞാനുള്ളത് ബാംഗ്ലൂരിലാണ്. ഇന്നലെ രാത്രി ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഫുള്ള് ഞാൻ ഇങ്ങനെ ഓട്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബൈക്കിൽ മൊബൈൽ ഹോൾഡർ ഇല്ലായിരുന്നു. ബാംഗ്ലൂരത്തെ റൂട്ട് നിങ്ങൾക്കറിയാലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉണ്ടാവും. റൂട്ട് തെറ്റിയിട്ടുണ്ട്, മൊബൈൽ ഷോപ്പും ക്ലോസ്, മൊബൈൽ ഹോൾഡർ കിട്ടാനുള്ള ചാൻസ് ഇല്ല. പിന്നെ മൊബൈൽ ഹോൾഡർ കിട്ടിയതിന് ശേഷം മൊബൈൽ ഷോൾഡർ വെക്കാൻ വേണ്ടി ആളില്ല. 7 മണിക്ക് എത്തേണ്ട ഞാൻ 10 മണിയായി ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ റൗണ്ട് അടിച്ചടിച്ചിട്ട് എത്തിയത്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ആന്ധ്രാപ്രദേശിലേക്കാണ്. രാത്രി ആവുന്നതിന് മുമ്പ് റൂമിലേക്ക് വരും. എന്ന് വെച്ചാൽ എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ രാത്രി ഡ്രൈവ് ചെയ്യണ്ട, അവിടെ സേഫ് അല്ല. ചെക്കൗട്ട് ടൈം ആയെന്ന് പറയുന്നവർ. ഇന്നലെ കറക്റ്റായി വ്ളോഗ് എടുക്കാൻ പറ്റില്ലായിരുന്നു. ഇന്നലെ കുറച്ച് നെർവസ് ആയിരുന്നു. ഇൻസ്റ്റയുടെ വോയിസ് ഓവർ ചെയ്യണം, വ്ളോഗ് ചെയ്യണം. വ്ളോഗ് കറക്റ്റായി എടുത്തില്ല, അതിൽ സംസാരിച്ചിട്ടൊന്നുമില്ല, അതിൽ ജസ്റ്റ് ഷൂട്ട് ചെയ്തെന്ന് മാത്രം. കുഴപ്പമില്ല, അന്ന് എടുക്കുന്ന സമയത്ത് ക്ലിയർ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി ഇവിടെ ഒരു മൂട്ടുണ്ടായിരുന്നു. മൂട്ട പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഇൻസെക്റ്റ് എന്നെ കുച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ ലാസ്റ്റ് ഇങ്ങനെ തോർത്തിൽ ഇങ്ങനെ തോർത്തിട്ട് പിന്നെ സ്പ്രേ ഒക്കെ അടിച്ച്, സ്പ്രേയിൽ ആൽക്കഹോൾ ഉണ്ടല്ലോ, സ്പ്രേ അടിച്ചിട്ട് പിന്നെ അതിനെ കൊന്നേന്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. പൈസ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഫുഡിന് അത്ര ഒന്നും റേറ്റ് ഒന്നും ആയില്ല. ഞാൻ ദോശയാണ് കഴിച്ചേ, വേറെ ഒന്നും കഴിക്കാൻ പാടില്ല ഉമ്മ പറഞ്ഞിട്ടുണ്ട്, എക്സ്ട്രാ ഒന്നും. പിന്നെ വേറെ വേദന എടുത്താൽ ഫുള്ള് കൊള്ളാമല്ലോ, അതുകൊണ്ട്. അങ്ങനെ ഇപ്പോൾ 1 മണി ആയിട്ടുണ്ട്, ജുമാക്കുള്ള ടൈം ആയിട്ടുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ വന്ന സമയത്ത് തന്നെ എനിക്ക് ജുമാ നിസ്കാരം കിട്ടി. ഫസ്റ്റത്തെ ജുമാ നിസ്കാരം, ഈ ട്രിപ്പിലെ ഫസ്റ്റത്തെ ജുമാ നിസ്കാരം. എല്ലാ നിസ്കാരം കിട്ടാൻ വേണ്ടി എൻ്റെ ആഗ്രഹം. ഇൻഷാ അല്ലാഹ് കിട്ടണമെങ്കിൽ നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ അങ്ങോട്ട് അങ്ങനെ പള്ളിയൊന്നും അങ്ങനെ ഉണ്ടാവില്ല. ഹൈവേ റോഡല്ലേ, കുറേ ഉള്ളിലേക്കൊക്കെ പോകേണ്ടി വരും. കുറേ ഉള്ളിലേക്ക് പോകണമെങ്കിൽ പോകുന്നതിന് പ്രശ്നമില്ല, പക്ഷേ ഉണ്ടാവില്ല. പള്ളിയൊക്കെ കുറേ ദൂരം ഉണ്ടാവുക. ഞാൻ ഹൈവേ സൈഡിലല്ലേ പോലെ, കുറേ ദൂരം ഉണ്ടാവുക. വരുമ്പോഴൊക്കെ ഇന്നലെ അസർ നിസ്കാരത്തിന് പള്ളി തേടുന്ന സമയത്ത് പള്ളി കിട്ടിയില്ലായിരുന്നു എനിക്ക്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ബാംഗ്ലൂർ കവർ ചെയ്ത് ഇനി ഇൻഷാ അല്ലാഹ് ആന്ധ്രാപ്രദേശിലേക്ക് കയറണം. ആന്ധ്രാപ്രദേശ് വിജയവാഡ എനിക്ക് ഡയറക്റ്റ് പോകാൻ പറ്റില്ല, അതൊരു 600 കിലോമീറ്റർ ഉണ്ട്. എന്തായാലും ഡെയിലി ഞാൻ 300 കിലോമീറ്റർ റൈഡ് ചെയ്യാൻ എൻ്റെ പ്ലാന്. രാത്രി ആവുന്നവരെ എവിടെ എത്തുന്നു അവിടെ സ്റ്റേ ചെയ്യും. എന്തായാലും ആന്ധ്രാപ്രദേശിൽ നിന്ന് ഇൻഷാ അല്ലാഹ് എന്തായാലും കയറും. ഗൈസ് അങ്ങനെ പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞ് ഇത് എൻ്റെ ട്രിപ്പിൽ 2ാമത്തെ പെട്രോളാണ്. 14 ലിറ്റർ അടിച്ച് ടോട്ടൽ 1400 സംതിങ് ആയിട്ടുണ്ട്. ഇന്നലെ അത്ര എന്തോ അടിച്ചിട്ടുണ്ട്. പെട്രോളിന് തന്നെ ഈ ട്രിപ്പിന് എനിക്ക് ഏകദേശം ഒരു 11,000 വരുന്നുണ്ട്. 100 ലിറ്റർ പെട്രോളാണ് വേണ്ടി വരുന്നത്. ഗൈസ് അങ്ങനെ ഇവിടുന്ന് ആന്ധ്രയിലേക്ക് വെറും 70 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പെട്രോളിൻ്റെ അവരോട് ചോദിച്ചത്, എൻ്റെ മാപ്പ് ശരിയില്ല, ഇങ്ങനെ ബോർഡ് നോക്കി പോകുന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ സെക്കൻഡ് സ്റ്റേറ്റ് കവറാകുന്ന ടൈം എടുത്ത്. അപ്പോൾ ഗൈസ് വെരി ഹാപ്പി. എന്ന് വെച്ചാൽ കർണാടക, കേരള എന്തായാലും കൂട്ടേണ്ടി വരും. നമുക്ക് തുടങ്ങുന്ന സ്റ്റേറ്റിൽ എൻ്റെ സ്റ്റേറ്റ് ആയാലും കൂട്ടേണ്ടി വരും. ഫസ്റ്റ് കേരള, പിന്നെ കർണാടക, പിന്നെ നെക്സ്റ്റ് ആണ് പോകുന്നത് ആന്ധ്രാപ്രദേശ്. ഇന്നലത്തെ പോലെ കണ്ടിന്യൂ റൈഡ് ചെയ്യാൻ പറ്റില്ല. ഇന്നലെ ജസ്റ്റ് സ്റ്റാർട്ടിങ് ഡേ ആയതുകൊണ്ട് കണ്ടിന്യൂ റൈഡ് ചെയ്തതാണ് ഇവിടുന്ന് നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക്. രാത്രി 9 മണിക്കാണെന്ന് പറഞ്ഞാൽ 270 കിലോമീറ്റർ ഉണ്ട്. ഞാൻ കടപ്പ പറയുന്ന ഒരു സ്ഥലത്ത് പോയി സ്റ്റേ അടിക്കാൻ പ്ലാന്. ഗൈസ് അങ്ങനെ ചെറിയൊരു ബ്രേക്കിന് വേണ്ടി ഉറക്കം വരുന്നുണ്ടായി പിന്നെയും. അതുകൊണ്ട് കോഫി അടിക്കാൻ വേണ്ടി ഇവിടെ ഷെല്ല് പെട്രോൾ പമ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഷെല്ല് പെട്രോൾ പമ്പ് എന്ന് വെച്ചാൽ എല്ലാം ഇൻക്ലൂഡാണ്. ജിയോ പെട്രോൾ പമ്പ്, ഷെല്ല് പെട്രോൾ പമ്പ്. പക്ഷേ ഞാൻ ഇപ്പോൾ പോയ ജിയോ പെട്രോൾ പമ്പിൽ അങ്ങനെ ഫെസിലിറ്റീസ് ഒന്നും കണ്ടില്ല. മാംഗ്ലൂരിലുണ്ടായിരുന്നു കോഫി ഷോപ്പ്. അങ്ങനെ ഇവിടെ വരുന്ന സമയത്ത് ഇത് കണ്ട് അങ്ങനെ ഇങ്ങനെ നിർത്തിയതാണ്. അപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എല്ലാ സാധനം കിട്ടും ഷെല്ല് പെട്രോൾ പമ്പിൽ. പിന്നെ പെട്രോളിൻ്റെ റേറ്റും കുറച്ച് കൂടുതലാണ്, പക്ഷേ നല്ല മൈലേജ് കിട്ടും. പവർ പെട്രോളാണ്. നോ ഓൺലി ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്. അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഡയറക്റ്റ് വിടാൻ പോവാം. ഇനി രാത്രി എത്തുന്നത്, ഇനി 10 മണി ഇപ്പോൾ കാണിക്കുന്നത്. ഗൈസ് അങ്ങനെ നമ്മൾ സെക്കൻഡ് സ്റ്റേറ്റായ നമ്മളെ ട്രിപ്പിൻ്റെ സെക്കൻഡ് സ്റ്റേറ്റായ ആന്ധ്രാപ്രദേശിൻ്റെ ബോർഡറിലാണ് നിൽക്കുക. അങ്ങനെ അൽഹംദുലില്ലാ സെക്കൻഡ് സ്റ്റേറ്റും കൂടി നമ്മൾ കവർ ചെയ്ത്. ഗൈസ് അങ്ങനെ ഞങ്ങൾ
ആന്ധ്രാപ്രദേശ് ബോർഡർ കയറിയിരിക്കുക. നമ്മളെ ട്രിപ്പിലെ 2ാമത്തെ സ്റ്റേറ്റിലേക്ക് നമ്മൾ കയറിയിരിക്കുക. അൽഹംദുലില്ലാ. പിന്നെ ഞാൻ ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. 8:30 മണിയായിട്ടുണ്ട്. എന്തായാലും കടപ്പിൽ സ്റ്റേ ചെയ്യേണ്ടി വരും. കടപ്പിന് 50 കിലോമീറ്റേഴ്സ് ദൂരമുണ്ട്. കടപ്പ പറയുന്നത് ആന്ധ്രാപ്രദേശിലെ ഒരു ഡിസ്ട്രിക്റ്റാണ്. ഉമ്മയും പറയുന്നുണ്ടായിരുന്നു, ഉമ്മയും ഫ്രണ്ട്സെല്ലാം പറയുന്നുണ്ടായിരുന്നു രാത്രി ഡ്രൈവ് പാടില്ല. ഇന്ന് എന്താണെന്ന് സംഭവിച്ചാൽ ഇന്ന് ജുമ ആയിരുന്നല്ലോ. ജുമ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയത്, അതുകൊണ്ട് കുറച്ച് ലേറ്റായി. നാളെ പിന്നെ ഞാൻ മോർണിംഗ് റൈഡ് തുടരും. മോർണിംഗ് റൈഡ് തുടങ്ങിയാൽ എനിക്കൊരു രാത്രി സമയമാകുമ്പോൾ ഒരു 6-7 മണീൻ്റെ ഇടയിൽ എനിക്ക് റൂമിൽ കയറാൻ പറ്റും. ഗൈസ് അങ്ങനെ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. കുറേ തപ്പിയതിന് ശേഷം ഹോട്ടൽ കിട്ടിയത്. അപ്പോൾ ഗൈസ് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ മുഖം നോക്കി ഫുള്ള് വേർത്തിട്ടുണ്ട് കംപ്ലീറ്റ്. ഇനി പോയി കുളിക്കണം, പിന്നെ വീഡിയോ എൻഡ് ചെയ്യണം, അങ്ങനെയൊക്കെ കുറേ പരിപാടിയുണ്ട്. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യണം. ബാംഗ്ലൂരത്തെ വീഡിയോ എഡിറ്റ് ചെയ്തില്ല. ഇന്ന് ഞാൻ ട്രാവൽ ചെയ്യുന്നെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നാളെയോ മറ്റന്നാളായിരിക്കും. ഹോട്ടൽ ബുക്കിംഗ് ചെയ്ത് വന്നിട്ട് ഇത്ര ഒരു 10-15 മിനിറ്റായി വെയിറ്റ് ചെയ്യിപ്പിക്കുന്നവർ. ഇതുവരെ ആളില്ല, അങ്ങനെ ഇല്ലെങ്കിലും പറയുന്നുണ്ട്. ഹോട്ടലിലേക്ക് നല്ല കത്തി റേറ്റും വാങ്ങിച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ വേറെ വഴിയില്ലായിരുന്നു. ഇവിടെ വേറെ എല്ലാ ഹോട്ടലിനൊക്കെ നല്ല അതിനേക്കാൾ എക്സ്പെൻസീവ്. അതുകൊണ്ട് ഞാൻ ലിമിറ്റഡ് റേറ്റിന് ഒരു റൂം ബുക്ക് ചെയ്ത്. ഗൈസ് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഒരു ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്തില്ലേ, അവർ ഇഷ്യൂ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഇപ്പോൾ വേറൊരു ഹോട്ടൽ വന്നിട്ടുണ്ട്. കേസേ അച്ഛാ വേറൊരു ഹോട്ടൽ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ മേക്ക് മൈ ട്രിപ്പിലെ ഞാൻ ബുക്ക് ചെയ്തേ. കിതർ സി ചട്നി ബൈ മേക്ക് മൈ ട്രിപ്സ് സോറി ഞാൻ നിങ്ങളോട് ഹിന്ദി കൊണ്ടുവന്നത്. മേക്ക് മൈ ട്രിപ്പിൽ ഞാൻ ബുക്ക് ചെയ്ത് ആ ഹോട്ടലിലേക്ക് പോയി. നിങ്ങൾക്ക് ആ വീഡിയോ കാണിച്ചില്ലേ? അവിടുന്ന് ഒരാൾ വന്നിൻ്റെ അടുത്ത് പറഞ്ഞ് ആൾ വരും, ആളില്ലാന്ന്. പിന്നെ അരമണിക്കൂർ കഴിയുമെന്ന് പറഞ്ഞു. ആളെ വരുന്ന കാണുന്നില്ല. അതിനുശേഷം ഇയാൾ എന്നോട് പറയാ ഇത് ഇപ്പോൾ വരും. 1 മണിക്കൂറായി ലാസ്റ്റ്. 1 മണിക്കൂർ ഞാൻ അവിടെ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ടൈം പോയതറിയില്ല. അങ്ങനെ ഞാൻ ടയർഡ് ആയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അന്നേരം ഞാൻ ഡയറക്റ്റ് മേക്ക് മൈ ട്രിപ്പിൻ്റെ വർക്ക് വിളിച്ച് ഞാൻ ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തു, ഇങ്ങനെ സംഭവം. അപ്പോൾ അവർ കോൾ വിളിക്കാൻ പറഞ്ഞ്, അവർ അവിടുന്ന് കോൾ വിളിക്കുക, ജസ്റ്റ് ഹോൾഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അവർ കോൾ വിളിച്ച കോൾ ആർക്കറിയോ പോയാൽ അതേ ആളിലേക്ക്. എന്നോട് പറഞ്ഞില്ലേ ആൾ വരാനുണ്ട്, അതേ ആളിലേക്ക്. അയാൾ കുറച്ച് ഡ്രങ്ക് ആയിരുന്നു, കുടിച്ച് ഫിറ്റായിരുന്നു അയാൾ. പിന്നെ അവർ മേക്ക് മൈ ട്രിപ്പിൻ്റെ ഒരു പറഞ്ഞ് ഒരാൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന്. പിന്നെ അന്നേരം അവർ എൻ്റെ ബുക്കിംഗ് ട്രാൻസ്ഫർ ചെയ്തു വേറൊരു ഹോട്ടലിലേക്ക്. ഗൈസ് അങ്ങനെ ലാസ്റ്റ് ഒരു ഹോട്ടലിലെ ഒരു ബുക്കിംഗ് സെറ്റാക്കിയിട്ടുണ്ട്. ആധാർ കാർഡ് മെതിയെത്തോ. എനിക്ക് കിട്ടിയ ഹോട്ടൽ ഏതെന്നറിയോ? ഞാൻ വെറും ബുക്ക് ചെയ്ത ഹോട്ടൽ 1000 റുപ്പീസിൻ്റെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് മേക്ക് മൈ ട്രിപ്പിൽ ആ ഇഷ്യൂ കാരണം അവരെനിക്ക് തന്നിരിക്കുന്നത് 3500 രൂപേൻ്റെ റൂം. അത് അയാളെ കാരണം. അത് ഇഷ്യൂ ഞാൻ നിങ്ങളോട് പിന്നെയും പറഞ്ഞുതരാം. ഞാൻ ഹോട്ടലിലേക്ക് ബുക്ക് ചെയ്ത് ഞാൻ പോയതിനു ശേഷം അവിടെ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞ് ആൾ വരാനുണ്ട് സർ, നിങ്ങൾ അവിടെ ഇരുന്നു സോഫയിലിരിക്കാൻ മാത്രം പറയാം. പറഞ്ഞിട്ട് 40 മിനിറ്റ് ആയി, കറക്റ്റ് 40 മിനിറ്റ് ആയി. വിചാരിച്ച് അയാൾ ഇതിൻ്റെ ആളല്ല, റിസപ്ഷനിസ്റ്റ് വേറെ ഉണ്ടെന്ന്. നോക്കുന്ന സമയത്ത് ഞാൻ ലാസ്റ്റ് മേക്ക് മൈ ട്രിപ്പിൻ്റെ കസ്റ്റമർ കെയറിനെ വിളിച്ച്. അപ്പോൾ അവർ പറഞ്ഞ് വെയിറ്റ് ചെയ്യൂ, ഒരു 5 മിനിറ്റിൽ ഞാൻ അവർക്ക് വിളിച്ച് ചോദിക്കാൻ എന്ത് കാര്യം. ആ കോൾ ആയിരിക്കാൻ പോയെന്നറിയോ? ഇത് എന്നോട് പറഞ്ഞില്ലേ ആൾ വരാനുണ്ട്, അതേ ആളൊക്കെ ആ കോൾ പോയാൽ. ഇത് സംഭവം ഞാൻ ഷോക്ക്. ഇതെന്താ കളിക്കുന്ന ഇയാൾ? അന്നേരം ഇയാൾ അവരോട് പറയാ ഇവിടെ റൂം അവൈലബിൾ ഇല്ല. ഞാൻ ഇയാളോട് പറഞ്ഞു നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞാൽ മതി, റൂം ഇല്ലെങ്കിൽ ഫസ്റ്റ് പറഞ്ഞാൽ മതി, ക്യാൻസൽ ചെയ്യുക, എനിക്ക് റീഫണ്ട് കിട്ടും, ഞാൻ പോവായിരുന്നു. പക്ഷേ ഞാൻ മേക്ക് മൈ ട്രിപ്പിൻ്റെ അവരോട് പറഞ്ഞു എനിക്ക് റീഫണ്ട് വേണ്ട, എനിക്ക് റൂം വേണം. എന്ന് വെച്ചാൽ ഞാൻ കഷ്ടപ്പെട്ട് ബുക്ക് ചെയ്തതാണ്. ഇവിടെ അങ്ങനെ റൂം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കടപ്പയിൽ. അന്നേരം അവർ പറഞ്ഞ് വെയിറ്റ് ചെയ്യും സാർ എന്ന്. എന്നിട്ട് തൊട്ടടുത്ത് ഒരു റൂം ഉണ്ടായിരുന്നു, PVR എന്ന് പറഞ്ഞിട്ട്. PVR ഹോട്ടൽ നല്ല സർവീസ് ആയിരുന്നു. സ്റ്റാഫ്സ് ഒക്കെ നല്ല സംസാരിക്കുന്നുണ്ട്. എന്തോ ഒരു ലക്ക്, ആന്ധ്രാപ്രദേശ് വന്ന ടൈമിന് തന്നെ ഒരു ലോട്ടറി അടിച്ച്. ഗൈസ് അങ്ങനെ ഞാൻ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോകണം. ഫുള്ള് ടയർഡായിട്ടുണ്ട്. ഇന്ന് കുറേ ഓടി. വ്ളോഗിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റ DM വഴി നിങ്ങൾക്ക് മെസ്സേജ് അറിയിക്കുന്നതാണ്. കടപ്പ സിറ്റി ഇത്ര വലിയ സിറ്റി എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി. ഇവിടെ എയർപോർട്ട് എടുക്കുന്നുണ്ട്, ഡൊമസ്റ്റിക് എയർപോർട്ട് ഉണ്ട് കടപ്പയിൽ. ഞാൻ നാളെ വിജയവാഡ പോകും. വിജയവാഡ ഞാൻ പോകുന്ന സ്ഥലം, ഞാൻ മെയിനായിട്ട് ഭൂട്ടാനിലേക്ക് പോകുന്ന ലൊക്കേഷനിൽ പെട്ടതാ വിജയവാഡ. 400 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ കഴിച്ച് ഞാൻ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. മാക്സിമം ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ സോളോ പോകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ആ ചങ്കിനും ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ് മാക്സിമം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.